എടി മേലെപ്പുറത്ത് അമ്മാവനും അമ്മായി വന്നിട്ട് നീ ആ സ്വർണ്ണം ഒന്ന് എടുത്ത് കാണിച്ചു. അയ്യോ ഒന്ന് അതെടുത്ത് കാണിച്ചു കൊടുക്കും. ഫോണ് എടി മൈലേജ് ഒരു മിനിറ്റ് എടി, ഞാൻ അവന് കാശൊന്നും എടുത്ത് കൊടുക്കാം. പോയി കുഞ്ഞാ റൂമിൽ കയറി കളിക്കുന്നോ? കളിക്കണം ഓടാ. ജിനേഷ് വിളിക്കണം. ജിനേഷാ, നിന്നോട് ആരാണ് ഫോൺ എടുക്കാൻ പറഞ്ഞത്? ഹലോ ഹലോ, ആരാ? അച്ഛനാ? ഹലോ ഹലോ മാമ ഫോൺ തരും. എന്തിന്? കളിക്കാൻ. പിന്നെ ഐഫോൺ. എന്താ ഇപ്പോഴത്തെ പിള്ളേരെ? ഫോണില്ലെങ്കിൽ ഉണ്ണില്ല, ഉറങ്ങില്ല. എന്തിന്? ടൂറ്. അച്ഛാ ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ കൂടെ BEdന് പഠിച്ചേ. ഇത് സെലീന, ഇത് സെലീനയുടെ അനിയത്തി ജസ്ന. പ്രശ്ന താങ്ക്സ്. ഇനി ഇവിടെ ആർക്കെങ്കിലും ജസ്ന അല്ല റസ്ന വേണോ? എന്താണോ പരിപാടി ഇവിടെ? കൊള്ളാം. എവിടെ കാശ്? എവിടെ? 5 ഇല്ലേ? 500 ഉണ്ട്. പിന്നെ അമ്മ മറ്റേ പാചകക്കാർക്ക് കാശ് കൊടുക്കണം പറഞ്ഞ് നടക്കുന്നുണ്ട്. ഒരു കാരണവശാലും കൊടുക്കരുത് കേട്ടോ. നാളെ രാവിലെ കൊടുത്താൽ മതി. ശരി. പിന്നെ കുപ്പിക്ക് വേണ്ടി അധികം പൈസ ഇല്ലാക്കരുത് കേട്ടാ. അച്ഛന്മാർക്ക് പിന്നെ നാട്ടടപ്പായണ്ട. എടി പിശിക്ക്, നിനക്കത് പറഞ്ഞാ മതി. അവിടെ പണി നടക്കണില്ലേ? കുപ്പി ഇറക്കണം. കുഞ്ഞാ, നിന്നോട് ഈ റൂമിൽ കയറരുത് പറഞ്ഞിട്ടില്ലേ? ഓടാ. നിനക്കിത് പറയാം. ജോലിയും പോയി കാറ്റും കൊണ്ടിരിക്കുക ഇവിടെ. ചവിട്ടി പിടിച്ചാലേ വണ്ടി നീങ്ങില്ല. ഫുഡൊക്കെ തികയോ? ടൈറ്റാണ്. തികയായിരിക്കും. നോക്കാം. അപ്പൊ ഓക്കെ. അതെ, ഞാൻ കുറെ നേരമായിട്ട് നോട്ട് ചെയ്യണം. ഒരു പ്രായം ചെന്നാൾ പുറത്തു നിൽക്കുന്നുണ്ട്. നമ്മളെ കല്യാണം വിളിച്ച വല്ല ബന്ധുക്കാരനല്ല. ഞാൻ ചോദിച്ചപ്പോൾ അയാളൊന്നും മിണ്ടിയില്ല. എനിക്ക് തോന്നുന്നു അയാൾ കൂളായിട്ട് ഫുഡ് അടിക്കാൻ വന്നാണെന്നാണ്. ആളെവിടെ? ഒരു പീസ് കേട്ടറാ. ഓ സുധീഷ് നല്ല തിരക്കിലാണല്ലോ. ആട്ടാ, ഇത്തിരി തിരക്കില്ല. നിന്റെ അച്ഛൻ ലീവിന് വന്നോടാ? ഇല്ല, അടുത്ത മാസം വരും. ഓ, നീ നമ്മുടെ പയ്യനെ ഇറച്ചി കൊടുത്തില്ല എന്ന് പറഞ്ഞു കേട്ടു. അങ്ങനെയല്ല, അതിലില്ലായിരുന്നു. അപ്പൊ പിന്നെ ഇതെന്താ? അല്ലാട്ടാ, പറയണോണ്ടോന്ന് തോന്നരുത്. നിങ്ങളിവിടെ കൂത്താടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഞങ്ങളവിടെ കുറച്ച് പേര് കഷ്ടപ്പെട്ട് പണിയെടുത്തോണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കൂടിയെന്ന് വരും, നിങ്ങൾക്ക് ഇത്തിരി കുറഞ്ഞു എന്ന് വരും, ഇനി ചിലപ്പോൾ കിട്ടിയില്ല എന്നും വരും. അല്ല, അതിനിപ്പോൾ എന്താ അത്ര വലിയ പ്രശ്നം? Just for a fun, guys. Just for a fun. ആരാ ചോദിച്ചത് കേട്ടില്ലേ? ആരാ? നിങ്ങൾ ഇവിടുന്ന് ആരെങ്കിലും കല്യാണം വിളിച്ചിട്ടുണ്ടോ?
ഊമയാണോ? കഴിച്ചോ? വാ. എന്താ ചെയ്യേ കഴിക്കാൻ എടുക്കണോ? ഞാൻ എടുക്കാം. നിങ്ങൾ ആ മിസ്സിംഗ് ഇൻഫർമേഷൻ വയർലെസ് സിറ്റി കൂടെ പാസ് ചെയ്തേക്കണം. ഓക്കെ, നിങ്ങൾ ആ കാര്യം അവരോട് പോയി പറഞ്ഞു തരും, ബാക്കി ഞാൻ നോക്കോളാം. ഓക്കെ, ശരി. സോറി. നീ ആ പന്തലുകാർക്ക് കാശ് കൊടുത്തോ? ആ കൊടുത്തു. ഹലോ ഹലോ ജിനിഷേട്ടാ, ഇവിടെ ഒന്നും കേൾക്കുന്നില്ല. ഒരു മിനിറ്റ്. ആ പറഞ്ഞോളൂ. അച്ഛനെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ആണോ? എന്താ ജിനിഷേട്ടാ? ഒന്നുമില്ല മോൾ, അച്ഛനൊന്ന് ഫോൺ കൊടുക്കൂ. അല്ല എന്താന്ന് വെച്ചാ പറഞ്ഞോട്ടാ, ഞാൻ അച്ഛനോട് പറയാം. മോളെ പ്രസാദെങ്ങാനും വിളിച്ചായിരുന്നോ? ഇല്ല, 2 ദിവസമായിട്ട് വിളിയൊന്നുമില്ല. ഇവിടെ ആകെ കല്യാണത്തിർക്ക. പിന്നെ എന്റെ കാര്യം അറിയാലോ. അല്ല, ഞാനിപ്പോ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയതേ ഉള്ളൂ. പ്രസാദ്. അയ്യോ, പോലീസ് സ്റ്റേഷനിലോ? എന്തേ? ഇന്ന് രാവിലെ മുതൽ പ്രസാദ് മിസ്സിംഗ് ആണ് മോളെ. അന്വേഷിച്ചപ്പോ അവന്റെ കൂടെ പഠിച്ചതോ പെൺകുട്ടിയായിട്ട് ഒളിച്ചോടിപ്പോയെന്ന് അറിഞ്ഞു. ബാബുട്ടാ, ഫീസ് പിന്നെയും പോയി. ഫീസ് അല്ലടാ, ഫ്യൂസ്. ഇതൊന്നും അല്ല കളി. ബാബുവേ, നീ നമ്മളെ പണ്ട് വണ്ടിത്താളത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോയത് ഓർക്കുന്നുണ്ടോ? അതൊക്കെ ഒരു ടൈം. നമ്മുടെ ടീമിൽ ആരൊക്കെന്നറിയോ? ഞാന്, സതീശൻ. ഏത്? നമ്മുടെ ഗൾഫിലുള്ള സതീശേട്ടനാ? അവൻ തന്നെ. പിന്നെ രാജേട്ടൻ, പട്ടുപാവട ബിനീഷ്, കുഞ്ചൻ, നമ്മുടെ അർച്ചന. അർച്ചന ചേച്ചിയാ? അപ്പൊ അർച്ചന ക്രിക്കറ്റ് കളിക്കുന്ന നീ കണ്ടിട്ടില്ല? അറിയില്ലേട്ടാ. ഞങ്ങളുടെ ടീമിലെ കിടു പ്ലെയർ ആയിരുന്നു അവളുണ്ടല്ലോ. നേരാമണ്ണ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ത്യൻ ടീമിൽ കയറുമായിരുന്നു. ഇന്ത്യൻ ടീമിലോ? കേരള ടീമിലെങ്കിലും കയറുമായിരുന്നു. അവള് പഠിക്കുന്ന സമയത്ത് സബ് ഡിസ്ട്രിക്റ്റിൽ എന്തോ കളിച്ചിട്ടില്ലേ രാജേട്ടാ? സ്കൂളിൽ പഠിക്കുമ്പോ എവിടേക്കാ പോയിട്ടുണ്ട്. അതാണ്. നീ കഥ കേക്ക്. അന്ന് വണ്ടിത്താവളം ടീമിൽ ഒരുത്തനുണ്ടായിരുന്നു. അവന്റെ ഏറെന്ന് പറഞ്ഞ അപ്പ. ഞാൻ ഔട്ട്, കുഞ്ചൻ ഔട്ട്, രാജേട്ടൻ ഔട്ട്. ഞങ്ങൾ എല്ലാരും കൂടി നുള്ളിപ്പെറുക്കി 20 റൺസ് എടുത്തു. ജയിക്കാൻ ഇനിയും വേണം 30 റൺസ്. 30 അല്ല, 31. 31 റൺസ്. അപ്പൊ നമ്മുടെ അച്ഛൻ ഇറങ്ങി. ഇയാളെന്താ കടന്നു ഓടുന്നത്? എന്താണ് അവന് പറ്റിയത്? ഓട്ടറേട്ടാ, വണ്ടി വിട്. എന്നിട്ട് അർച്ചന ചേച്ചി